തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുകൊണ്ട് പറയുകയാ, നമ്മൾ നേരെ മദീനയിലേക്ക് പോകുകയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടിയാലോചനയിലൂടെ മനസ്സിലാകുന്നത് 2-3 ദിവസങ്ങൾ ഇതിന്റെ പരിസര പ്രദേശത്ത് തന്നെ കാണും ശത്രുക്കളെ തിരിച്ചുവിടാൻ വേണ്ടിയാ. നേരെ മദീനയുടെ ഭാഗത്തേക്ക് പോയാൽ ശത്രുക്കൾക്ക് വിവരം ലഭിക്കുകയും അവരെ പിന്തുടരുകയും അത് വലിയ അപകടത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യുമെന്ന കാരണത്താൽ അല്ലാഹുവിന്റെ റസൂല് 2-3 ദിവസങ്ങൾ ഇതിന്റെ പരിസര പ്രദേശത്ത് തന്നെ മക്കയുടെ പല ഭാഗങ്ങളിലായി കഴിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി റൊട്ടി ഉണ്ടാക്കുന്ന ചുമതല പെണ്ണെ നീ തന്നെ ഏറ്റെടുക്കണം. അല്ലാഹുവിന്റെ ഹബീബിന് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി റൊട്ടി ഉണ്ടാക്കുന്ന ചുമതല പ്രിയപ്പെട്ട ഭാര്യ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം അസ്മാ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോളെ അസ്മാ, മോളെ അസ്മാ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി നീ ഉമ്മ ഉണ്ടാക്കി വെക്കുന്ന റൊട്ടി കൊണ്ടുവന്ന അല്ലാഹുവിന്റെ റസൂൽ എവിടെയാണോ അവിടെ നീ കൊണ്ടുവന്ന് കൊടുക്കണം പോലെ. അതിനുശേഷം മകനെ വിളിച്ചുകൊണ്ട് പറയുകയാ, ശത്രുക്കൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ശത്രുക്കൾ എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓരോ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് നമുക്ക് വാർത്ത നീ എത്തിച്ചു തരണമെന്ന് പറയുകയാ. അതിനുശേഷം അടിമയെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിനക്കും ഒരു ചുമതല ഞാൻ ഏൽപ്പിക്കുകയാണ്. എന്തെന്നറിയുമോ, ഈ ആടുകളെ ഇങ്ങനെ മേച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ ജനങ്ങളെല്ലാം ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞാൽ, നേരം അങ്ങനെ സായാസന്ധ്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം അവരുടെ ആടുകളെയും കൊണ്ട് പല ഭാഗങ്ങളിലേക്ക്, വീടുകളിലേക്ക്, തൊഴുത്തുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ആടിനെയും നീ കൊണ്ടുവന്നുകൊണ്ട് പാലിന്റെ ആ ചുമതല നീ ഏർപ്പാടുകൾ നീ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് അടിമയോട് പോലും ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഏറ്റവും വലിയ അമാനത്തിനെ ഏറ്റെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് ഹിജ്റ പോയ മഹാനായ അബൂബക്കർ സിദ്ദീഖ്